ഭാരതം ചർച്ചയിലേക്ക് സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതമേന തസ്മൈ ശ്രീ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയന്തേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ദ്രൗപദിയുടെ സ്വയംവരത്തെ പറ്റിയാണ് അല്ലെ. അപ്പൊ ദ്രൗപദി സ്വയംവരത്തില് എല്ലാ രാജാക്കന്മാരും രാജകുമാരന്മാരും ഒക്കെ അന്നത്തെ പ്രബലരായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളും അവിടെ സന്നിഹിതരായിരുന്നു. അങ്ങനെ ഒരു ഊരും പേരും അറിയാത്ത ഒരു ബ്രാഹ്മണൻ ഇത്രയും സൗന്ദര്യവതിയായിട്ടുള്ള ദ്രൗപദിയെ സ്വന്തമാക്കി എന്ന് കണ്ടപ്പോ എല്ലാവർക്കും അങ്ങോട്ട് ദേഷ്യവും കൊലവിളിയും ഒക്കെ ആയി അവിടെ അല്ലെ. ഇതിനാണോ ഞങ്ങളവിടെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കെല്ലാം ആരോടായി ദേഷ്യം? ദ്രൗപദിയുടെ പിതാവായിട്ടുള്ള പാഞ്ചാൽ രാജൻ ദ്രുപദനോടായി ദേഷ്യം. ഇവർക്കെല്ലാം ദ്രുപദനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഇത് മനസ്സിലാക്കിയ ദ്രുപദൻ സ്വന്തം സൈന്യത്തെയൊക്കെ സജ്ജമാക്കിയെങ്കിലും ഈ ബ്രാഹ്മണനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സജ്ജമാക്കണം എന്നൊക്കെ തീരുമാനിച്ചു ചട്ടം കെട്ടിയെങ്കിലും ഇത്രയും രാജാക്കന്മാരും രാജകുമാരന്മാരും ഒരുമിച്ച് ആക്രമിക്കാനായിട്ട് വന്നപ്പോ ദ്രുപദൻ ബ്രാഹ്മണരുടെ ഇടയിലേക്ക് കയറി, ബ്രാഹ്മണരുടെ ആശ്രയത്തിലേക്ക് പോയി എന്ന് പറയുന്നു. പൊതുവെ ബ്രാഹ്മണരെ ആരും ആക്രമിക്കാറില്ല. പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു. ബ്രാഹ്മണരെ അങ്ങനെ ആരും ഉപദ്രവിക്കാറില്ല. അപ്പൊ ബ്രാഹ്മണരുടെ ഇടയിലോട്ട് കയറി കഴിഞ്ഞാൽ ആക്രമണം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അദ്ദേഹം സുരക്ഷിതനായി. പക്ഷെ ഇനി ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്വന്തമായി കഴിഞ്ഞാൽ അവളെയും അവളുടെ ബന്ധുക്കളൊക്കെ സംരക്ഷിക്കേണ്ടത് ആ പുരുഷന്റെ കടമയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്വയംവരത്തിൽ വിജയിച്ച അല്ലെങ്കിൽ മത്സരത്തിൽ വിജയിച്ച അർജുനൻ ഇപ്പം അങ്ങനെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമുക്കറിയാലോ. അപ്പോൾ നമ്മൾ പറയുന്നത് അർജുനൻ എന്ന് പറയാണ്. അർജുനൻ മുമ്പോട്ട് വന്നു. ഒപ്പം തന്നെ ഭീമന് മുമ്പോട്ട് വന്നു. ഇവർ രണ്ടുപേരും ഇങ്ങനെ നിന്നപ്പോ തന്നെ മറ്റുള്ളവർ ആക്രമണോത്സുകരായിട്ട് നിൽക്കുകയാണ്. ഇവരും ഒന്ന് മുമ്പോട്ട് ഇങ്ങനെ നെഞ്ചുപിരിച്ച് നിന്നപ്പോ മനസ്സിലായി ഇവർ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു ന്യായം പറഞ്ഞിട്ട് ഈ ക്ഷത്രിയന്മാര് പറയാണ്, ആക്രമിക്കാൻ നിൽക്കുന്ന ആളെ നമുക്ക് ആക്രമിക്കാം, കുഴപ്പമില്ല, അതിൽ യാതൊരു അധർമ്മവും ഇല്ല എന്ന് വെച്ചിട്ട് ഇവരെല്ലാം കൂടെ നേരെ ഇവർ ആക്രമിക്കാൻ വരികയാണ്. അർജുനനെ നേരിടാൻ വന്നത് ശരിക്കും അല്ലെ അർജുനന്റെ സ്വന്തം സഹോദരനായിട്ടുള്ള കർണൻ തന്നെയാണ്. കർണനും അർജുനായിട്ടുള്ള ശരവർഷം തുടങ്ങി. ശരവർഷം നമ്മളല്ലേ ശരവർഷം പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. ശരവർഷം എന്ന് വെച്ചാൽ മഴ പോലെ അമ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങോട്ട് മഴത്തുള്ളി വീഴും കണക്ക്. അങ്ങനെ ഇവര് തമ്മിലുള്ള ആ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേസമയം ശല്യർ ഭീമനെ നേരിടാനെത്തി. ശല്യരും ഭീമരുമായിട്ട് മൽപ്പിടുത്തം, അങ്ങോട്ടും ഇങ്ങോട്ടും തറയിലെടുത്ത് അടിക്കുകയും വലിച്ചഴക്കുകയും അങ്ങനെ കൊടുമ്പിരി കൊണ്ട ഒരു ദ്വന്ദ്വയുദ്ധം. ഈ സമയത്ത് ബ്രാഹ്മണരൊക്കെ അങ്ങനെ വിജയാഘോഷം മുഴക്കാൻ, കാരണം അവരുടെ ആൾക്കാരാണ് അല്ലെ, സ്വജനപക്ഷം അല്ലെ, സ്വജനപക്ഷപാതം. ഞങ്ങളുടെ കൂടുതൽ ആൾക്കാർ ഇത്രയും കേമന്മാരായിട്ടില്ല. അപ്പൊ അവരും വളരെ എന്താ പറയാ അഭിമാനം കൊണ്ടു അതിലും ആർപ്പ് വിളിച്ചു. അർജുനന്റെ ശരവർഷത്തിലും കർണന് ചെറുതായിട്ടൊന്ന് പതറിപ്പോയി. ഒന്ന് ബോധക്ഷയം സംഭവിച്ചു ഈ ശരവർഷം കണ്ടിട്ട് കുറച്ചു നേരത്തേക്ക്. അപ്പൊ ഈ ശരവർഷം കണ്ട് ബോധക്ഷയം വന്ന കർണൻ അധികം താമസിയാതെ തന്നെ വീണ്ടും സുബോധം വീണ്ടെടുക്കുകയാണ്. വീണ്ടും ആക്രമണം തുടങ്ങുമ്പോ ഈ ആക്രമണം കണ്ടിട്ട് കർണന് വല്ലാത്ത അതിശയം. കർണൻ ചോദിക്കുന്നുണ്ട്, ആരാണ് നീ? ഇന്ദ്രനാണോ അതോ പരശുരാമനോ?
അതോ കൃഷ്ണൻ തന്നെയാണോ നീ? അല്ലാതെ ഇത്രയും ഒരു പരാക്രമം നടത്താൻ കഴിവുള്ള ആരും ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല. ആരാണ് നീ? വേഷന്മാർ വന്നിരിക്കുന്ന നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അർജുനൻ പറയും, ഞാനൊരു സാധാരണ ബ്രാഹ്മണൻ ഉള്ളൂ. പക്ഷേ എന്റെ പക്കല് ദിവ്യായുധങ്ങളുണ്ട്. പ്രത്യേകിച്ചും എന്റെ കയ്യില് ബ്രഹ്മാസ്ത്രമുണ്ട്. അത് ഞാൻ പ്രയോഗിക്കും. നിന്നെ നിമിഷ നേരത്തിൽ നാമാവശേഷമാക്കുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോ കർണനൊരു സംശയം, ഒരു ഭീതി. വേണ്ട, അങ്ങനെയാണ് ബുദ്ധിയുള്ളവർ, അങ്ങനെയാണ് അല്ലെ? നമ്മളെക്കാളും എതിരാളിയുടെ കഴുത്ത് കുറച്ചുകൂടി ശക്തി കൂടുതലെന്ന് വെച്ചാൽ ഒന്ന് ആ സമയത്തേക്കുന്നത് നമ്മളന്ന് താഴ്ന്നു കൊടുക്കുന്നത് നല്ലതാണ്. കർണൻ പതുക്കെ അവിടെ നിന്ന് മാറി. അതേ സമയത്ത് ശല്യരും ഭീമനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ വലിയൊരു യുദ്ധം നടന്നു, ഇങ്ങനെയുള്ള വലിയൊരു സംഘടന നടക്കുന്ന സമയത്ത് കൃഷ്ണൻ ഇടപെടുകയാണ്. കൃഷ്ണൻ പറയുന്നു, ഇവരുടെ പരാക്രമം കണ്ടിട്ട് രാജാക്കന്മാരൊക്കെ ഒന്ന് സ്തംഭിച്ചു പോകുന്നു, സ്തബ്ധരാകുന്നുണ്ട്. ആ സാഹചര്യം മുതലാക്കി കൃഷ്ണൻ ഇടപെട്ട് പറയാണ്, കൃഷ്ണനോട് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞല്ലോ കൃഷ്ണൻ ബലരാമൻ ഉണ്ടെന്ന് പറഞ്ഞാലും, കൃഷ്ണൻ വന്ന് പറയാണ്, ആരും വെറുതെ വഴക്കുണ്ടാക്കണ്ട. കാരണം ന്യായമായിട്ടും ഇദ്ദേഹം മത്സരത്തിൽ ജയിച്ചാണല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്, വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചിട്ട് കൃഷ്ണൻ എല്ലാവരെയും സമാധാനിപ്പിച്ചിട്ട് ധർമ്മം എടുത്തു പറഞ്ഞു കൊടുത്തവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ അവരും അങ്ങ് ഒന്ന് ഒതുങ്ങി. ഇത്രയൊക്കെ ആയ സമയത്ത് ഇവർ തിരിച്ച് എല്ലാം പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ആ കുശവന്റെ വീട്ടിലേക്ക്. ഞാനൊന്ന് പറഞ്ഞല്ലോ, ഒരു ഈ മൺപാത്രം കൊണ്ടാക്കുന്ന ആളുടെ വീട്ടിലാണ് ഇവര് താമസിച്ചിരുന്നത് പാഞ്ചാലത്ത് വന്നപ്പോൾ. അങ്ങനെ ആ താമസിച്ച വീട്ടിലേക്ക് ആദ്യം 3 പേര് പോയി. അർജുനനും ഭീമനും യുദ്ധത്തിലാണല്ലോ, യുദ്ധം കഴിഞ്ഞ് അവര് പുറകിലവർ. അങ്ങനെ 3 മക്കളെ മാത്രം കണ്ട കുന്തി വല്ലാതെ പരിഭ്രമിക്കും. അയ്യോ, എന്റെ മറ്റു മക്കൾക്ക് എന്ത് പറ്റി? രണ്ടുപേർക്കും, ഭീമനും അർജുനും എന്ത് പറ്റി? ഈ ദുര്യോധനന്റെ കൂട്ടാളികളും ദുര്യോധനനും അവരെ അപായപ്പെടുത്തിയിട്ടുണ്ടാവുമോ എന്റെ കുട്ടികളെ എന്നൊക്കെ അമ്മയ്ക്ക് വല്ലാത്തൊരു അവലാതി ഉണ്ടാവണം അല്ലെ? അമ്മ മനസ്സ് അതാണ് അല്ലെ? കുട്ടികളെ കണ്ടില്ല അമ്മയ്ക്ക് വല്ലാത്തൊരു അവലാതിയാണ്. ഒരു 2 മിനിറ്റോ അല്ല 5 മിനിറ്റോ താമസിച്ചാൽ പോലും, സ്ഥിരം വരുന്ന സമയത്തേക്കാൾ താമസിച്ചാൽ ഒരു വല്ലാത്ത അവലാതിയാണ്. അങ്ങനെ സൂര്യാസ്തമയം ആവാറായപ്പോ അർജുനനും ഭീമനും തിരിച്ചെത്തി. ഇതേ സമയം അമ്മ വീടിനുള്ളിലാണ്. ഇവരൊരു സന്തോഷാധിക്യത്തില്, അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും ഈ പഞ്ചപാണ്ഡവന്മാർ എല്ലാവരും ഈ ദ്രൗപദിയിൽ ആകൃഷ്ടരായിരുന്നു, ആ സൗന്ദര്യമൊക്കെ കണ്ടിട്ടും ആ വർണ്ണന കേട്ടിട്ടൊക്കെ. അങ്ങനെ ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു എന്താ പറയാ തമാശ എന്നോണം ഇവര് അമ്മയോട് വിളിച്ചു പറയാണ്, അമ്മയെ ഞങ്ങൾക്ക് ഇന്നൊരു വിശേഷപ്പെട്ട ഭിക്ഷ ലഭിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാണ്. അങ്ങനെ വീട്ടിനുള്ളിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന മാതാവ് എന്ത് പറയും, എങ്കിൽ നിങ്ങൾ 5 പേരും അങ്ങ് പങ്കിട്ടെടുത്തോളൂ എന്ന് പറയും, തുല്യമായി പങ്കിട്ടെടുത്തോളൂ എന്ന് പറയും. സാധാരണ എല്ലാ ദിവസങ്ങളിലും കൊണ്ടുവരുന്ന ഭിക്ഷ അമ്മ എന്താ ചെയ്യാന്ന് വെച്ചാല് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നേർ പകുതിയാക്കി അത് ഭീമന് കൊടുത്തിട്ട് ബാക്കി പകുതി ഭാഗമാണ് ബാക്കിയുള്ളവർ കഴിക്കുക. അന്ന് ഈ അമ്മ എന്തോ ഒരു ഇതില്, കാരണം ഇതിനൊക്കെ നിമിത്തങ്ങളും കാരണങ്ങളും കൊണ്ടല്ലോ അല്ലെ? പൂർവ്വ വൃത്താന്തങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാം ഇങ്ങനെ സംഭവിക്കണം, ഇതൊരു വിധിയാണ്, ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ നടക്കും അത്. അങ്ങനെ ആ അമ്മയുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വരികയും എന്നിട്ട് പുറത്തു നോക്കുമ്പോഴാണ് അമ്മ അതിശയിച്ചു വന്നത്. അന്ന് കിട്ടിയ ഭിക്ഷ എന്താണ്? ഒരു യുവതി, അതിസുന്ദരിയായ യുവതി. അമ്മയ്ക്കും ഒരു എന്താ പറയാ ഒരു ആശയക്കുഴപ്പമായി. ഇങ്ങനെ പറഞ്ഞു പോലും ഞാനിപ്പോ. എങ്കിലും പെൺകുട്ടിയെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അങ്ങനെ പെൺകുട്ടിയെ സ്വീകരിച്ച്, നമ്മൾ കണ്ടിട്ടില്ലേ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ആരതി ഒഴിഞ്ഞൊക്കെ നമ്മൾ വീട്ടിൽ കയറ്റാറില്ല. അങ്ങനെ വീട്ടിലേക്ക് സ്വീകരിച്ച് കയറ്റി ബാക്കി അവർ തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ
കുന്തി ദേവി ആ വീട്ടില് സ്വന്തം മക്കൾക്ക് എന്തൊക്കെയാണ് പറയുമല്ലോ, എന്റെ മോന് ഇതൊക്കെയാണ് ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറയാം. അതുപോലെ 5 മക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് എങ്ങനെയാണ് ആഹാരം കൊടുക്കേണ്ടതെന്നൊക്കെ എല്ലാം, എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് അമ്മ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്നവര്. ഇതിൽ പറയുന്നത് കുന്തിദേവി മകന്റെ ശിരസിന്റെ അടുത്തായിട്ടും ദ്രൗപദി ഭർത്താവിന്റെ പാദത്തിനടുത്തായിരിക്കും കിടന്നു എന്നാ പറയുന്നത്. ആ സമയത്ത് ഒരാൾ അവിടെ വേഷപ്രച്ഛന്നായിട്ട് ഒളിച്ചിരുന്ന് കുറച്ച് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാന്ന് വെച്ചാൽ ദൃഷ്ടദ്യുമ്നൻ, ദ്രൗപദിയുടെ സഹോദരനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നൻ ഇങ്ങനെ സഹോദരിയെ കൊണ്ടുപോകുമ്പോൾ അല്ലെ, ഉത്തരവാദിത്തമുള്ള സഹോദരനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. സഹോദരിയെ കൊടുത്തു, എവിടെയാണ് സഹോദരി കൊടുത്തയച്ചു ഒരു പുരുഷന്റെ കയ്യിൽ അല്ലെ, എന്താണ് അവൾക്ക് സംഭവിക്കുന്നത്, ഇവൻ ആരാണ്, വല്ലോ ആഹാരം കഴിക്കാൻ വകയുള്ളവനാണോ എന്നൊക്കെ അന്വേഷിക്കാനുണ്ട് അല്ലെ. അങ്ങനെ വേഷപ്രച്ഛന്നായിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഈ സംഭവങ്ങളെല്ലാം കാണുകയാണ്. ഈ 5 പേരായിട്ട് തുല്യമായി പങ്കുവെച്ചെടുക്കാൻ പറഞ്ഞതും ഇതെല്ലാം, അത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഒളിച്ചിരുന്നതെല്ലാം കേട്ടുകൊണ്ട് മനസ്സിലാക്കുകയാണ് ദൃഷ്ടദ്യുമ്നൻ. അങ്ങനെ രാത്രിയാകുമ്പോ ഈ സഹോദരന്മാരെല്ലാം കൂടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധം, ആയുധങ്ങൾ, ദിവ്യായുധങ്ങൾ, യുദ്ധവ്യൂഹങ്ങൾ, ഇതിനെ പറ്റിയാണ് ചർച്ച അല്ലെ. അപ്പൊ ഓരോരുത്തരും അവർ ഏത് ഫീൽഡിലാണ് അവർക്ക് ടേസ്റ്റ് ആയ അവരുടെ പ്രൊഫഷൻ അല്ലെ, അവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടും അല്ലെ. നമ്മൾ കാണാം ഈ ക്രിക്കറ്റിനെ പറ്റി ഇഷ്ടമുള്ള ആൾക്കാർ കാണുമ്പോൾ എപ്പോഴും ക്രിക്കറ്റിനെ പറ്റി പറയും, അല്ലെങ്കിൽ യുദ്ധത്തിനെ പറ്റി ഉള്ളവർ അവർ യുദ്ധത്തിനെ പറ്റി പറയും, അല്ലെങ്കിൽ സംഗീത താല്പര്യമുള്ളവർ എന്താ പറയുക, സംഗീതത്തെ പറ്റി ചർച്ച ചെയ്യും. ഇവർ ചർച്ച ചെയ്യുന്നത് ഈ യുദ്ധസന്നാഹങ്ങളെ പറ്റിയും ആയുധങ്ങളെ പറ്റിയൊക്കെ. അപ്പൊ ഇയാൾക്കൊരു സംശയം, ഇത് ബ്രാഹ്മണന്മാരല്ല, ബ്രാഹ്മണരാണെങ്കിൽ വേദം, വേദാന്തം, ഉപനിഷത്തല്ലേ അല്ലെ ഒക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ ഇവർ ചർച്ച ചെയ്യുന്നത് എല്ലാം യുദ്ധ വിഷയങ്ങളെ പറ്റിയാണ്. ഇതിന് വല്ലാത്തൊരു സംശയം തോന്നി. ഇനി രക്ഷപ്പെട്ടു വന്ന പാണ്ഡവന്മാരാണോ? ഈ പഞ്ചപാണ്ഡവരും മാതാവും രക്ഷപ്പെടുന്നൊരു അഭ്യൂഹം അപ്പൊ തന്നെ പരന്നിട്ടുണ്ടായിരുന്നു എല്ലാ ദിശകളിലേക്കും, എല്ലാ ദിക്കുകളിലേക്കും. അങ്ങനെ ഒരു സംശയം, ഈ പഞ്ചപാണ്ഡവർ തന്നെയാണോ? ഈ വാർത്തകളെല്ലാം ഇദ്ദേഹം ഉടൻ തന്നെ പോയി സ്വന്തം പിതാവിനെ അറിയിക്കുകയാണ് ദൃഷ്ടദ്യുമ്നൻ. ഇത് അറിയുമ്പോ അദ്ദേഹത്തിന്റെ ആകാംക്ഷ, ആണോ? ആണെങ്കിൽ നന്നായിരുന്നു. കാരണം ഇദ്ദേഹവും ആഗ്രഹിച്ചിരുന്നത് സ്വന്തം പുത്രിയെ അർജുനന് കൊടുക്കണം, കൈപിടിച്ചേൽപ്പിക്കണം എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം അല്ലെ, എന്താ പറയാ, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയും പോലെയാണോ? അങ്ങനെ ആയോ? എങ്കിൽ സന്തോഷം എന്ന് വിചാരിച്ചിരിക്കുമ്പോ അദ്ദേഹം ഒരു ദൂതനെ, ബ്രാഹ്മണനെ ദൂതനായിട്ട് വിടും. അദ്ദേഹം വന്ന് അത് യുധിഷ്ഠിരനോട് സംസാരിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. നിങ്ങൾ ആരാണ്, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എന്താ പറയാ, സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരുന്നത്, നിങ്ങൾ ആരാണ്? ദ്രുപദ മഹാരാജ് പറഞ്ഞയച്ചാണ് എന്നെ. അപ്പോ നിങ്ങൾ ശരിക്കും പാണ്ഡവന്മാർ തന്നെയാണോ? എങ്കിൽ വളരെ സന്തോഷമാണ് അദ്ദേഹത്തിന്. നിങ്ങളുടെ പിതാവായിട്ടുള്ള പാണ്ഡുവും, നിങ്ങൾ പാണ്ഡവരാണെങ്കിൽ പാണ്ഡുവും ദ്രുപദനും വളരെ സുഹൃത്തുക്കളായിരുന്നു, ബന്ധുക്കളൊക്കെയാണ് പറഞ്ഞു വരുമ്പോ. അങ്ങനെയൊക്കെ പറയുമ്പോ ചോദ്യങ്ങൾ. അപ്പോ യുധിഷ്ഠിരൻ പറയും, അദ്ദേഹം ഇങ്ങനെ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതൊന്നും നോക്കിയിട്ട് അന്വേഷിച്ചിട്ടല്ലല്ലോ അദ്ദേഹം പെൺകുട്ടിയെ ഈ മത്സരത്തിന് വിജയി കൊടുക്കാന്ന് പറഞ്ഞതും, അല്ലെങ്കിൽ പെൺകുട്ടിയെ ഏൽപ്പിച്ചതും ഒക്കെ അതൊന്നും അന്വേഷിച്ചിട്ടല്ലല്ലോ. ഇനിയിപ്പോ അന്വേഷിച്ചിട്ട് എന്താ കാര്യം? എന്തായാലും അർജുനനൊപ്പം അല്ലെങ്കിൽ അർജുനനൊക്കുന്ന ഒരു വില്ലാളിയെ തന്നെയാണല്ലോ മകളെ ഏൽപ്പിച്ചത് എന്ന് വിചാരിക്കാമല്ലോ. കാരണം അർജുനന് മാത്രം ജയിക്കാൻ പറ്റുന്ന തരത്തിലാണ് അദ്ദേഹം ഈ മത്സരം ഏർപ്പെടുത്തിയത്. അപ്പൊ ഇങ്ങനെ എത്രയായ സ്ഥിതിക്ക് അദ്ദേഹം വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞ് ഈ ദൂതനെ പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് വീണ്ടും അടുത്തൊരു ദൂതൻ വരും. ദൂതനും പരിവാരങ്ങളും വന്ന് എന്തിനാ വെച്ചാല് ഈ പഞ്ചപാണ്ഡവരെയും മാതാവിനെയും ഈ ദ്രൗപദിയും കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാനായിട്ടാണ്. ഒരു സദ്യയും സത്കാരത്തിന് വേണ്ടി അല്ലെ. വിവാഹം കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും കണ്ടിട്ടില്ലേ ഒരു സൽക്കാരം അല്ലെ, പാർട്ടി, ടീ പാർട്ടി പോലെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ സത്കാരം അല്ലെ, പണ്ടൊക്കെ ചായ സൽക്കാരം എന്ന് പറയും. അപ്പോൾ നല്ല എല്ലാവരായിട്ടുള്ള വലിയ സദ്യയൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാം ചെയ്യാറ്. അപ്പൊ അതുപോലെ കൊട്ടാരത്തിൽ രാജകീയമായ ഒരു വിരുന്നിന് ക്ഷണിക്കുകയാണ്. അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട്
കുന്തി മാതാവും ദ്രൗപദിയും ഒരു രഥത്തിലും ബാക്കി സഹോദരന്മാരെല്ലാം മറ്റൊരു രഥത്തിലും കയറി പാഞ്ചാല രാജ്യത്തിന്റെ രാജധാനിയിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ പാഞ്ചാല രാജധാനിയിൽ പുറപ്പെട്ട ഇദ്ദേഹത്തിന് ദ്രുപദ മഹാരാജാവ് ഇവരെല്ലാം വളരെ രാജകീയമായി തന്നെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയി. പക്ഷെ ഇപ്പോഴും ഇവരേത് വർണ്ണത്തിൽപ്പെട്ടവരാണെന്നുള്ളത് ഇപ്പോഴും നിശ്ചയമില്ല. ക്ഷത്രിയനാണോ, ബ്രാഹ്മണനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ അറിയില്ല. അതുകൊണ്ട് ദ്രൗപദൻ എന്ത് ചെയ്തു? ഇപ്പൊ വിവാഹം നടന്നിട്ടില്ല, മത്സരം നടന്ന് ജയിച്ചു മാത്രമേ ഉള്ളൂ. സ്വയംവരം സ്വയംവരം കഴിഞ്ഞിട്ട് ഇനി ഒരു ആചാരപ്രകാരമുള്ള ഹോമക്രിയകളൊക്കെ ചെയ്തിട്ടുള്ള വിവാഹം ഉണ്ടല്ലോ, അത് നടത്തണമല്ലോ, ആചാരപരമായിട്ടുള്ള. അപ്പൊ അത് നടത്താനായിട്ട് അദ്ദേഹം 4 വർണ്ണത്തിലുള്ള ഓരോ വർണ്ണത്തിലുള്ള ആൾക്കാർക്കും ഓരോ തരത്തിൽ വിവാഹത്തിന്റെ ക്രിയകളൊക്കെ. അപ്പോൾ ഈ 4 തരത്തിലുള്ള ക്രിയകൾക്കുള്ള സംവിധാനം അവിടെ ഒരുക്കിയിരുന്നു. ഇപ്പോ ഈ വരൻ എന്താണ്? അർജുനൻ. ഇപ്പൊ ഈ അർജുനൻ നമ്മൾ പറയുന്നു, ഈ വരൻ ക്ഷത്രിയനാണോ എങ്കിൽ ക്ഷത്രിയന്റെ വിധാനങ്ങൾക്കനുസരിച്ചുള്ള വിധാനങ്ങളും, അഥവാ ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണന്റെ ആചാരം അനുസരിച്ചുള്ള വിധാനങ്ങളും, ഇനിയിപ്പോ വൈശ്യനാണെങ്കിൽ വൈശ്യന്റെയും, അഥവാ ശൂദ്രനാണെങ്കിൽ ശൂദ്രന്റെയും, അദ്ദേഹം അവിടെ 4 തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു. സ്വീകരിച്ചിരുത്തി അവർക്ക് വേണ്ട അന്നപാനാദികളൊക്കെ കൊടുത്ത് അവരെ അവിടെ വിശ്രമത്തിൽ ഒരു മാളികയിൽ വിശ്രമിക്കാൻ എടുത്തത്. പക്ഷെ ഇദ്ദേഹം ബുദ്ധിപരമായിട്ട് വേറെ കാര്യം ചെയ്തു. കണ്ടുപിടിക്കണമല്ലോ ഇവര് ഏത് വർണ്ണത്തിലാണ്. ഇപ്പൊ ചോദിക്കുന്നതും അത്ര നല്ലതല്ല അല്ലെ? ആരുടെയും മൊത്തത്തിൽ ജാതി വയ്ക്കുന്നത് ഇപ്പം അങ്ങനെ ചോദിക്കാൻ പലരും ചോദിക്കാറുണ്ട്. ചോദിക്കുന്നത് ശരിയല്ല, ആരുടെയും ജാതി വയ്ക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ പണ്ടും കുറച്ച് മാന്യതയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ ജാതി ചോദിച്ചില്ല എന്നാണ്. ചോദിക്കാൻ പറ്റില്ല. നേരത്തെ ആളുകൾ അന്വേഷിപ്പിച്ചുവെങ്കിലും ഇനിയിപ്പോ വീണ്ടും ചോദിച്ച് നാണം കിടന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇത് എന്ത് ചെയ്തു? അവിടെ പലതരത്തിലുള്ള വസ്തുക്കളും അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ഇപ്പോ എന്താ പറയാ, ബ്രാഹ്മണനാണെങ്കിൽ യജ്ഞ ഭവനാദികൾ ചെയ്യാനുള്ള വസ്തുക്കളും ഗ്രന്ഥങ്ങളും ഒക്കെ, അങ്ങനെയും ക്ഷത്രിയനാണെങ്കിൽ അറിയാനായിട്ടോ എന്താ പറയാ ആയുധങ്ങളോ, അങ്ങനെ ഓരോ തരത്തിലുള്ള ആൾക്കാർക്കും പറ്റിയ പല സാധനങ്ങളും അവിടെ ആ മാളികയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്തു? ഇപ്പൊ ഇന്റർവ്യൂവിനൊക്കെ പോയി ഞാൻ അല്ലേ, ക്യാമറ ഉണ്ടാവും അവിടെ, അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ പെരുമാറ്റവും ബോഡി ലാംഗ്വേജ് ഒക്കെ വാച്ച് ചെയ്യാനായിട്ട് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇവരെന്ത് തരത്തിൽ അറിയാനായിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം ഇത് വെച്ചിരുന്നു. രഹസ്യമായിട്ട് ചാരന്മാർ ഏർപ്പെടുന്നത് മനസ്സിലാക്കാനായിട്ട് സ്വാഭാവികമായിട്ടും ഈ വന്ന 5 കുമാരന്മാരും ഈ എന്താ ആയുധങ്ങളും മറ്റുമൊക്കെ എടുത്താണ് അവര് പരിശോധിച്ചതും. അതിനെടുത്തിട്ട് അവരെ പരസ്പരം അതിനെ വിശദീകരിക്കുകയും, അത് കാണുമ്പോൾ അറിയാൻ പറ്റും. ഓരോരുത്തർ നമുക്ക് കാണാൻ പറ്റില്ല, ഓരോരുത്തരുടെയും ആ ഒരു വാസന അവര് കാണിക്കും. ഇപ്പൊ ഒരു സംഗീതം അറിയുന്നതാണെങ്കിൽ, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതാണെങ്കിൽ പെട്ടെന്നൊരു ആ ഒരു എന്താ പറയാ മ്യൂസിക് ഉപകരണം, വാദ്യോപകരണം കാരണം നമുക്ക് പെട്ടെന്ന് അറിയാതെ അതിൽ പോയിട്ട് നമ്മൾ പ്ലേ ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർക്കും അവർക്ക് പ്രാവീണ്യം അല്ലെങ്കിൽ ആ രുചി ഉള്ള എന്താ പറയാ വാസന ഉള്ളതിലേക്ക് അവര് സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകും. അവര് ആരും പറയാതെ തന്നെ അതിലോട്ടൊരു ആകർഷണം ഉണ്ടാവും. അങ്ങനെ ഇവര് അതിലേക്ക് ആകർഷിച്ചു. അപ്പോൾ അതിന് മനസ്സിലായി ഇവർ ക്ഷത്രിയന്മാർ തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് മനസ്സിലാക്കിയ ശേഷം ദ്രൗപദൻ യുധിഷ്ഠിരോട് ചോദിക്കുന്നുണ്ട്, ദയവായും പറഞ്ഞാലും നിങ്ങൾ ഏത് വർണ്ണത്തിൽപ്പെട്ടവരാണ്, ആരാണെന്ന് ദയവായി പറഞ്ഞാലും എനിക്ക് വിവാഹത്തിന്റെ ചടങ്ങുകൾ നടത്താൻ വേണ്ടിയും കൂടെയാണ് എന്ന് പറയുമ്പോൾ ധർമ്മിഷ്ഠനായ ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ സത്യം പറയും, ഞങ്ങൾ പാണ്ഡുവിന്റെ പുത്രരായിട്ടുള്ള പാണ്ഡവന്മാരാണ്, കുരുവംശത്തിലെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട കുമാരന്മാരാണെന്നൊക്കെ ആ ഡീറ്റെയിൽസ് പറയും. അത് കേൾക്കുമ്പോൾ ഇതിന് വല്ലാതെ സന്തോഷം, ആനന്ദാതിരേകത്തിൽ തുള്ളിച്ചാടും. ആര്? ദ്രുപദൻ. കാരണം ദ്രുപദൻ ആഗ്രഹിച്ചതാണല്ലോ. അപ്പൊ ഇങ്ങനെ വിവാഹം നടത്താനുള്ള കാര്യങ്ങളോട് ചർച്ച ചെയ്യുമ്പോൾ യുധിഷ്ഠിരൻ പറയും, ആചാരപ്രകാരം ഞാനാണ് ആദ്യം വിവാഹം കഴിക്കേണ്ടത്. പക്ഷെ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ ദ്രുപദൻ പറയണം, അതിനെന്താ, താങ്കൾക്ക് വേണേ എന്റെ മകളെ താങ്കൾക്ക് വിവാഹം കഴിച്ചു തരാം, യുധിഷ്ഠിരൻ തരുന്നതിൽ പരം സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. അഥവാ ഇല്ല അങ്ങ് പറയുന്ന ഏത് കുമാരന് വേണമെങ്കിലും ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം എന്റെ മകളെ എന്ന് പറയണം. അപ്പോഴാണ് യുധിഷ്ഠിരൻ ഈ സത്യാവസ്ഥകൾ പറയുന്നത്. ഇങ്ങനെ അമ്മ
എന്നിട്ട് വാക്ക് പറഞ്ഞത് അമ്മയുടെ വാക്കിനി അത് വ്യർത്ഥമായി പോകാൻ പാടില്ല എന്നുണ്ട്. ഇത് കേൾക്കുമ്പോ അല്ലെ 5 പേരും കൂടെ ഒരു സ്ത്രീയെ ഭാര്യയാക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണ് ഒരു പിതാവിന്. അങ്ങനെ ദ്രുപദൻ വളരെ വിഷണ്ണനായിട്ട് ഇതെങ്ങനെ സാധിക്കും, ഇത് എന്റെ മോള് അതൊരു അധർമ്മമായിട്ട് മാറില്ലേ, ധർമ്മത്തിന് വിരുദ്ധമല്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ യുധിഷ്ഠിരനും ദ്രുപദനും തമ്മിൽ ചർച്ച ഇങ്ങനെ നടക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ കുറച്ച് ധർമ്മോപദേശങ്ങളെ പറയും. ശാസ്ത്രത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശാസ്ത്രം വളരെ സങ്കീർണമാണ്, സൂക്ഷ്മമാണ്. അതിനേക്കാൾ നല്ലത് അധികാരികൾ പറയുന്നത് നമ്മൾ അനുസരിക്കും. എന്നെ സംബന്ധിച്ച് എന്റെ അമ്മയാണ് എന്റെ അധികാരി. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് അമ്മ അനുവാദം തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇത് മുമ്പോട്ട് പോകാൻ ഒരു തടസ്സമില്ല, ഇതിന് അധർമ്മം ഒന്നുമില്ല അതിലെന്ന് പറയണം. ഞാൻ ഒരിക്കലും അസത്യമോ അധർമ്മോ പറയുന്ന ഒരാളല്ല ഞാൻ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോ ദ്രുപദൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ ദൃഷ്ടദ്യുമ്നനും കുന്തിദേവിയായിട്ട് സംസാരിച്ച് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തൂ എന്ന് പറയും. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അവിടെ വ്യാസദേവൻ പ്രത്യക്ഷപ്പെടുക. വ്യാസദേവൻ വന്നിട്ട് ദ്രുപദന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ദ്രുപദനെ വിളിച്ച് ഞാൻ വിവരിച്ചു തരാം. ഇതിനു മുമ്പ് യുധിഷ്ഠിരൻ പല ഉദാഹരണങ്ങളും എടുത്തു പറയുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും നമ്മൾ ചരിത്രം നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഖണ്ഡുമുനിയുടെ പുത്രിയായിട്ടുള്ള വർഷി, അതായത് വൃക്ഷങ്ങൾ എടുത്തു വളർത്തിയ ഒരു കുമാരി, ആ കുമാരിയാണ് 10 പ്രജേതസുകളെയും വിവാഹം കഴിച്ച് വസിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഗൗതമ ഗോത്രത്തിലെ ജഡില എന്ന് അറിയപ്പെടുന്ന ഒരു സാധ്യായ സ്ത്രീ, ആ മഹതിയും 7 ഋഷിമാരെ ഒരുമിച്ച് വിവാഹം കഴിച്ച് ഭാര്യയായിട്ട് കഴിഞ്ഞിരുന്നു. ഇപ്പൊ ഇതൊന്നും ചരിത്രത്തില് പുതിയ സംഭവം അല്ല എന്ന് സമർത്ഥിക്കുകയാണ് യുധിഷ്ഠിരൻ. അങ്ങനെ ഈ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വ്യാസദേവൻ വരുന്നത്. വ്യാസദേവൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ദ്രൗപദൻ എൻ്റെ കൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്, ഞാനത് വ്യക്തമാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ദ്രുപദനെ പ്രത്യേകിച്ച് ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തിട്ട് ഈ കുമാരന്മാരെക്കുള്ള സത്യാവസ്ഥകളും അവരാരൊക്കെയാണ് എന്ന് പറയുകയും വ്യാസദേവനെ തൊട്ടുകൊണ്ട് ദ്രുപദൻ ഇവരെ നോക്കുന്ന സമയത്ത് ഇവര് ദേവേന്ദ്രന്മാരെ പോലെ 5 ദേവേന്ദ്രന്മാർ ജ്വലിക്കുമ്പോൾ ആ ഒരു പ്രഭയോട് കൂടി നിൽക്കുന്ന ഒരു അമാനുഷികമായിട്ടുള്ള ഒരു രൂപം ചൈതന്യമാണ് അദ്ദേഹത്തിന് ദർശിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വ്യാസരുടെ ഈ ഒരു ഇത് കഴിയുമ്പോൾ ദ്രുപദനും കാര്യങ്ങൾ മനസ്സിലാവും. അങ്ങനെ വ്യാസരുടെ പാദകമലങ്ങൾ വണങ്ങി വിവാഹത്തിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അന്ന് തന്നെ ശുഭമുഹൂർത്തം ഉണ്ടായിരുന്നു. അന്ന് തന്നെ വിവാഹം നടത്തി. ആ ദിവസം ഈ നമ്മൾ ആദ്യം പറഞ്ഞു ദൗമ്യൻ എന്ന ബ്രാഹ്മണൻ അല്ലെ ഇവരുടെ പുരോഹിതനായിട്ട് ചാർജ് എടുത്തു. അപ്പൊ ദൗമ്യനാണ് വിവാഹം നടത്തുന്നത്. 1-ാം ദിവസം ദ്രൗപദിയെ പാണിഗ്രഹണം ചെയ്യുന്നത് യുധിഷ്ഠിരൻ. പിന്നെ വരുന്ന അടുത്ത ദിവസങ്ങളിൽ അവരുടെ പ്രായമനുസരിച്ച് ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ ഇങ്ങനെ ഓരോരുത്തരും പാണിഗ്രഹണം ചെയ്തു. വിവാഹമെല്ലാം കഴിഞ്ഞു അവിടെ തന്നെ അവര് പാഞ്ചാല ദേശത്ത് തന്നെ ആ കൊട്ടാരത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടെ കൃഷ്ണനും ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ട് അവിടെ വന്നു. അങ്ങനെ കൃഷ്ണന്റെ ആ ഒരു സ്നേഹ സമ്മാനങ്ങളൊക്കെ യുധിഷ്ഠിരൻ സ്വീകരിക്കുന്നുണ്ട്. ആ സമ്മാനങ്ങൾക്ക് വേണ്ടിയല്ല, കൃഷ്ണൻ എത്തി, കൃഷ്ണന്റെ ദർശനം കിട്ടിയോണ്ട് മാത്രം അദ്ദേഹം സന്തുഷ്ടനായിട്ട് കൃഷ്ണന്റെ സ്നേഹം ആ സമ്മാനത്തിലൂടെ അദ്ദേഹം അത് സ്വീകരിച്ചു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചാരന്മാർ വഴി ഈ മത്സരത്തിൽ പങ്കെടുത്ത രാജകുമാരന്മാരൊക്കെ അറിയുന്നുണ്ട്. അറിഞ്ഞപ്പോ അവർക്കൊക്കെ സന്തോഷമാണ് ഉണ്ടായത്. കാരണം ഈ പാണ്ഡവകുമാരന്മാര് അമ്മയും ജീവനോടുണ്ടല്ലോ, മരിച്ചില്ലല്ലോ, സന്തോഷമായി. അവരോട് ക്രൂരത കാണിച്ച പുരഞ്ജനനും അതുപോലെ തന്നെ
ഈ ധൃതരാഷ്ട്രരുടെ പുത്രന്മാരും ഒക്കെ എത്ര ദുഷ്ടന്മാരാണെന്നുള്ളതിൽ അവരെ പറ്റിയിട്ട് ഇവര് എന്താ പറയാ ആ ഒരു ദേഷ്യവും അവർ കാണിച്ച ആ ഒരു ക്രൂരതയെ പറ്റിയൊക്കെ പറയുന്നു. ഇവർക്കെതിരായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഇവര് സന്തോഷിക്കുകയും ചെയ്തു. ഇത്രയും വില്ലാളിവീരം അല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ പ്രഗത്ഭരായിട്ടുള്ള കഴിവുള്ള കുമാരന്മാര്. അർജുനൻ വില്ലാളിവീരൻ. അർജുനൻ തന്നെയാണ് ശരിക്കും ദ്രൗപദിയെ കേൾക്കാനുള്ള യോഗ്യതയെന്ന് അവർ സമ്മതിക്കുകയാണ്. ഇതേ സമയത്ത് എല്ലാ രാജാക്കന്മാരും അറിഞ്ഞെന്ന് പറഞ്ഞല്ലോ. പാൽക്കൂട്ടത്തിൽ ആരറിഞ്ഞിട്ടുണ്ടാവും? ദുര്യോധനൻ, കർണൻ, ശകുനി, ഇവരെല്ലാം ഈ സംഭവം അറിയാണ്. ത്രേശ്യതിക്ക് ധൃതരാഷ്ട്ര അറിയാതിരിക്കില്ലല്ലോ. അപ്പോ ധൃതരാഷ്ട്ര അടുത്ത് വിതുരൻ പോയിട്ട് ജ്യേഷ്ഠനോട് കാര്യങ്ങൾ പറയാണ്. കുന്തിയും മക്കളും മരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ജീവനോടെ ഉണ്ട്. പക്ഷെ അദ്ദേഹം ആദ്യം പറയുന്ന അങ്ങനല്ല. അദ്ദേഹം പറയുന്നത് നമ്മുടെ കുരുവംശം ഭാഗ്യദേവതയാൽ കടാക്ഷിക്കപ്പെട്ടു, കുരുവംശത്തിന്റെ അഭിവൃദ്ധി മേൽക്കുമേൽ ഉയർന്നു എന്ന് പറയും. ഇത് കേട്ടപ്പം നമ്മുടെ അന്ധനായിട്ടുള്ള, അതായത് ഉള്ളിലും അകത്തും അല്ലെ അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രർ വളരെ സന്തോഷിക്കും. ഈ വിതുരർ പറഞ്ഞ് മുഴുമിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആജ്ഞാപിക്കും. പുത്രവധുവിനും പ്രത്യേക ആഭരണങ്ങൾ പണിയിക്കാനും പുത്രനെ സ്വീകരിക്കാൻ പ്രത്യേക ഒരുക്കങ്ങൾ നടത്താനും ഒക്കെ പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു എന്താ പറയാ, ആ ഒരു പിതൃവാത്സല്യം, അന്ധമായ പിതൃവാത്സല്യം, ഇത് തന്നെയാണ് പിന്നീട് പല നാശത്തിലേക്കും നയിക്കുന്നത്. അങ്ങനെ ആജ്ഞാപിക്കും, ഉത്തരവ് കൊടുക്കും. ഇത് കഴിയുമ്പോഴാണ് പതുക്കെ വിതുരർ പറയുന്നത്, അങ്ങ് വിചാരിക്കും പോലെ ദുര്യോധനനല്ല, അർജുനനാണ് ഇത് വിജയിച്ചത്. പാഞ്ചാലിയെ അല്ലെങ്കിൽ ദ്രൗപദി സ്വയംവരത്തിൽ ദ്രൗപദി സ്വീകരിച്ചത് അർജുനനെയാണ്. താങ്കളുടെ സഹോദരപുത്രനായിട്ടുള്ള അർജുനെയാണ്. മാത്രമല്ല താങ്കളുടെ സഹോദരപുത്രൻ, നമ്മുടെ സഹോദരപുത്രന്മാരൊന്നും മരിച്ചിട്ടില്ല, ജ്യേഷ്ഠത്തെയും ജീവനോടെ ഉണ്ട്. മാത്രമല്ല അവര് സർവ്വ ഐശ്വര്യത്തിലാണ് ഇപ്പൊ. അവർക്ക് ഇപ്പം ദ്രുപദന്റെ ഒരു ചങ്ങാത്തം കിട്ടി, ബന്ധം കിട്ടി. അതുപോലെ തന്നെ പല പല രാജാക്കന്മാരോട് ഇപ്പോൾ വളരെയധികം ചങ്ങാത്തം ഉണ്ടാക്കി ഇരിക്കുന്ന ഒരവസ്ഥ, ശക്തന്മാരായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് പറയുമ്പോൾ ഈ ദ്രുപദനല്ല ധൃതരാഷ്ട്രർ പെട്ടെന്ന്, അങ്ങനെയാണോ വിതുര, വളരെ സന്തോഷം, ആ അത് ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് മധുരമായിട്ട് സംസാരിക്കും. ഇത് കേട്ട് വിതുരർക്ക് സന്തോഷം. എന്തായാലും എന്റെ ജ്യേഷ്ഠൻ അവരോട് പകയും വിദ്വേഷമൊന്നുമില്ലല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോഴും അവരോട് സ്നേഹം തന്നെയാണ്, പണ്ടത്തെ പോലെ തന്നെ എന്റെ മക്കളും അവരിൽ നിന്ന് എനിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഈ വാക്ക്, മധുരമായ തെൻപുരട്ടിയ വാക്കുകൾ കേട്ട് വിതുരർ അത് വിശ്വസിക്കുന്നുണ്ട്. വിതുര് അങ്ങോട്ട് പോയി കഴിയുന്ന സമയത്ത് ആണ് കർണനും ദുര്യോധനൻ അവിടേക്ക് വരുന്നത്. ദുര്യോധനൻ പിതാവിനോട് പറയും, പിതാവ് താങ്കൾ എന്താണ് ഈ പറഞ്ഞത്? ഇങ്ങനൊരു വാത്സല്യം അവരോട് വേണ്ട, നമ്മുടെ ശത്രുക്കളാണ് അവര്. അങ്ങിങ്ങനെ അന്ധമായ സ്നേഹം അവരോട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ സ്വന്തം പുത്രന്മാരെ ഞങ്ങൾ എല്ലാവരും ഭിക്ഷയെടുക്കേണ്ടി വരും, ഞങ്ങളെല്ലാം അവര് ഈ പാണ്ഡവന്മാർ വിഴുങ്ങിക്കളയും എന്ന് പറയും. ഞങ്ങൾ ഒന്നും അല്ലാതെ മാറും, അങ്ങേക്ക് അതാണ് ആവശ്യം. അപ്പൊ ചിരിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ പറയും, നീ അതങ്ങ് വിശ്വസിച്ചോ? എന്റെ മനസ്സിൽ നിങ്ങൾ തന്നെ എപ്പോഴും വേറെ നിൽക്കണം എന്നാണ്, അല്ലെ? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, എത്ര വൃത്തികെട്ടവന്മാരാണെങ്കിലും നിങ്ങൾ തന്നെ നന്നായിട്ടിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്ന്. നിങ്ങൾ തന്നെ എപ്പോഴും അവരെക്കാളും മുമ്പിൽ നിൽക്കണം, അവർ രണ്ടാമതായ മതി നിങ്ങളെക്കാളും എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. പിന്നെ ആ വിതുരനെ ഇതൊന്നും അറിയിക്കേണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അഭിനയിച്ചത് മാത്രമാണ്. അവനത് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു എന്ന് ചിന്തിച്ചിട്ട് അവൻ സമാധാനമായിട്ടിരിക്കും, അല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം അവൻ അങ്ങനെ വിശ്വസിച്ചോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞാണ്. ഇത്രയും കേൾക്കുമ്പോ ധൃതരാഷ്ട്ര ദുര്യോധനന് വളരെയധികം സന്തോഷമാണ്, എന്റെ അച്ഛനും എന്റെ കൂടെ തന്നെയാണ്. അങ്ങനെ ഇത് കഴിയുമ്പോൾ വീണ്ടും ഒരു കൂടിയാലോചനയ്ക്ക്. അങ്ങനെ ഈ പിള്ളേര് പറയണ കേട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
കുറച്ച് എവിടെയൊക്കെ ഒരു ധർമ്മബോധവും എവിടെയൊക്കെ ഉണ്ട് ധൃതരാഷ്ട്രർ. അതുകൊണ്ട് എടുത്തു കാട്ടണ്ട. ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, വിതുരരുണ്ട്. ഈ മൂന്നുപേരോടും ഒന്ന് ചർച്ച നടത്തിയിട്ട് വേണ്ട അടുത്ത് എന്താണെന്ന് തീരുമാനിക്കാം എന്ന് പറയണം. അങ്ങനെ ഈ മൂന്നുപേരും വിളിച്ചിട്ടൊരു മീറ്റിംഗ് നടത്തുകയാണ്. അപ്പൊ ഭീഷ്മര് പറയും, എനിക്ക് അങ്ങയുടെ മക്കളും പാണ്ഡവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്. എന്റെ എന്താ പറയാ ചെറുമക്കളാണ് അല്ലെ, എന്റെ പൗത്രന്മാരാണ്. അവരെ എനിക്കങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. എങ്കിലും നിങ്ങളിപ്പോ ഒരുപാട് ദ്രോഹം അവരോട് ചെയ്തിട്ടുണ്ട്. ഈ ദ്രോഹങ്ങളൊക്കെ നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ദ്രോഹം തുടർന്നുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടും. ആൾക്കാരെല്ലാം നിങ്ങൾക്ക് എതിരായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അവരെ ഇനിയും ഉപദ്രവിക്കരുത് എന്ന് പറയും. ഇങ്ങനെയൊക്കെ ഒരു ധർമ്മത്തിന്റെ രീതിയിൽ സംസാരിക്കുമ്പോൾ അടുത്ത് ദ്രോണരും അത് തന്നെ പറയും. ഇങ്ങനെയൊന്നും ഇദ്ദേഹം പറയുന്നതാണ് ശരി. കാരണം ഇപ്പൊ തന്നെ നാട്ടുകാർ മൊത്തം ഇളകി നിൽക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. രാജ്യവും എല്ലാം കഴിയുന്നു അല്ലാതെ തന്നെ പോകും. ജനങ്ങൾ തന്നെ നിങ്ങൾക്കെതിരായിട്ട് മാറും എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണൻ ഇടപെട്ട് സംസാരിക്കുകയാണ്. കണ്ടോ മഹാരാജാവേ, ഇവര് ഇപ്പോഴും കഴിക്കുന്നത് ഇവിടുത്തെ ഉപ്പും ചോറുമാണ്. എന്നിട്ടും നന്ദിയും കൂറും അവിടെയാണ്. ചോറിനും കൂറും അങ്ങാണെന്ന് പറഞ്ഞിട്ട് കുറെ അധിക്ഷേപങ്ങൾ പറയും. ഇത് കേൾക്കുമ്പോ ഉടനെ വീണ്ടും ദ്രോണർ പറയും, ഞങ്ങളല്ല, നീയാണ് ക്രൂരൻ, നീയാണ് ഈ എന്താ പറയാ ഇങ്ങനത്തെ ദുർബുദ്ധി, നീയാണ് ദുർബുദ്ധി, ഞങ്ങളല്ല. കാരണം നിഷ്കളങ്കരായ പാണ്ഡവർ ഇത്രയും ഉപദ്രവിച്ചിട്ട് വീണ്ടും അവര് രക്ഷപ്പെട്ട് നല്ലൊരു നിലയെത്തുമ്പോൾ അവരെ വീണ്ടും ഉപദ്രവിക്കണം എന്ന് ചിന്തിക്കുന്ന നീയാണ് ദുർബുദ്ധി, ഞങ്ങളല്ല എന്ന് പറഞ്ഞ് വാഗ്വാദം നടക്കുന്ന സമയത്ത് വിതുരർ പറയുകയാണ്. അപ്പോഴ് ദ്രോണർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഈ വാക്ക് എടുക്കാതെ ഈ കർണന്റെ വാക്ക് എടുക്കുകയാണെങ്കിൽ മഹാരാജാവെ, കുരുവംശം എന്നേക്കുമായി എത്രയും വേഗം നാശത്തിലേക്ക് നശിച്ചു പോകും. അതുകൊണ്ട് താങ്കൾക്ക് തീരുമാനിക്കുക എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ വാക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഈ കർണൻ ദുർബുദ്ധിയായിട്ടുള്ള കർണന്റെ വാക്കുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാം എന്ന് പറയും. അപ്പൊ അടുത്ത് നമ്മുടെ വിതുരരുടെ ഒഴിവായി. വിതുര പറയാണ്, ഇവർ രണ്ടുപേരും പറഞ്ഞാണ് കാരണം വിതുരരെ ധൃതരാഷ്ട്രർക്ക് വളരെ വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിലും ധർമ്മചിന്തയിലും ഒക്കെ അത്യന്തം നല്ല മതിപ്പുണ്ട്. അതുകൊണ്ട് വിതുരർ പറയുന്നത് കേൾക്കും, അനുസരിക്കും ഈ ധൃതരാഷ്ട്ര മഹാരാജൻ. അപ്പൊ വിതുരൻ പറയാണ്, ബലവന്തശ്ച ദാശാർഹ ബഹവശ്ച വിശാംപതേ യത കൃഷ്ണ തതഃസർവേ യത കൃഷ്ണ തതോജയ. പറയണ്ട്, അല്ലയോ മഹാരാജൻ, ഈ സമയത്ത് പാണ്ഡവരെ ഉപദ്രവിക്കുകയോ അവരെ ആക്രമിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം തൊട്ടു മുമ്പ് കർണൻ പറഞ്ഞു കൊടുത്ത ബുദ്ധി, കർണനും ദുര്യോധനും വന്നിട്ട് രാജാവിനെ സന്ദർശിച്ച സമയത്ത് പറഞ്ഞു കൊടുത്ത ബുദ്ധി, ഇവരെ ആക്രമിക്കണം, ഭീമനെ കൊല്ലാൻ നോക്കി നടന്നില്ല. ദുര്യോധനൻ പറയാണ്, ഭീമന്റെ ഒറ്റ ശക്തിയിലാണ് ഇവർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. ഭീമൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവർ മൊത്തം നശിച്ചോളും. അതുകൊണ്ടായിരുന്നു പലപ്പോഴും ഭീമനെ നശിപ്പിക്കാനായിട്ട് ഞാൻ നോക്കിയത്, നടന്നില്ല. ഇനിയിപ്പോ ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഭാര്യയാണെന്ന് ആണ് കേൾക്കുന്നത്. അപ്പൊ ഈ ദ്രൗപദിയെ ഇവർക്കെതിരാക്കി മാറ്റിയാൽ ഇവർ തമ്മിൽ അടിച്ച് നശിച്ചോളും എന്നും. അപ്പൊ അങ്ങനെ പല കുതന്ത്രങ്ങളും ഇവര് ദുര്യോധനൻ പറയുന്നുണ്ട്. അപ്പോഴാണ് കർണൻ പറയുന്നുണ്ട്, അതിലൊന്നും കാര്യം, നിങ്ങൾ കുറെ നോക്കിയില്ലേ, അതിലൊന്നും കാര്യമില്ല, നേരിട്ട് ആക്രമിക്കുക, ഈ പാണ്ഡവരെ ആക്രമിച്ച് കൊല്ലുക, വേറെ വഴിയൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് മീറ്റിംഗ് വിളിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് വിതുരർ പറയാണ്, ബലവന്തച്ച ദാശാർഹ ബഹവശ്ച വിശാംപതേഹി, അല്ലയോ മഹാരാജാവേ, ഇപ്പൊ അവര് കൃഷ്ണനുമായിട്ട് വളരെ നല്ല ബന്ധത്തിലാണ്. കൃഷ്ണന്റെ സൈന്യമാണെങ്കിൽ അത്രയും ശക്തിയുള്ളതാണ്. കൃഷ്ണൻ അത്ര പ്രബലനുമാണ്. മാത്രമല്ല യഥകൃഷ്ണ തതഃസർവേ കൃഷ്ണ തതോജയ, അവരെല്ലാം കൃഷ്ണന്റെ കൂടെ നിൽക്കും. അത് മാത്രമല്ല കൃഷ്ണൻ എവിടെ നിൽക്കുന്നോ അവിടെ ആയിരിക്കും അന്തിമ വിജയം എന്ന്
അവിടെ വിതുരർ പറഞ്ഞു വെക്കുകയാണ്. അല്ല, ഇതേ ശ്ലോകം നമ്മുടെ ഗീതയിലെ അവസാന ശ്ലോകം ആർക്കെങ്കിലും പറയാമോ? ഇതേ അർത്ഥം വരുന്ന ശ്ലോകം ഗീതയിലുണ്ട്. ഗീതയിലെ 18ാം അധ്യായത്തിൽ അവസാന ശ്ലോകം 78ാം ശ്ലോകം ആർക്കെങ്കിലും പറയാമോ? എത്ര യോഗേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാനിതിർ മധുരിമമാം. അല്ലെ, സഞ്ജയൻ പറയാണ്, എവിടെയാണ് യോഗേശ്വരനുള്ള കൃഷ്ണനുള്ളത്, എവിടെയാണ് പാർത്ഥനുള്ളത്, ധനുർധരനുള്ള പാർത്ഥനുള്ളത്, വില്ലാളി വീരനായിട്ടുള്ള അല്ലെങ്കിൽ വില്ല് ധരിച്ച പാർത്ഥനുള്ളത്, ആ സ്ഥലത്ത് ഐശ്വര്യം, വിജയം, എല്ലാ തരത്തിലുള്ള നീതി, ഇതൊക്കെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് പറയാണ്. അപ്പൊ അതേ കാര്യം ഇവിടെ ആദ്യമേ ഈ പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ വിതുരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? ബലവദശ ദാശാർഹ ബഹവശ്യ വിഷാമ്പതേ യഥ കൃഷ്ണ തതസർവേ യഥ കൃഷ്ണ തതോ ജയ. വീണ്ടും ജ്യേഷ്ഠനോട് പറയാണ്, ദുര്യോധനശ്ച കർണശ്ച ശകുനിശ്ചാപി സൗബല അധർമ്മയുക്ത ദുഷ്പ്രജ്ഞ ബാലാമേഷാം വചകൃതാഹ. അല്ലയോ മഹാരാജൻ, ദുര്യോധനൻ, കർണൻ, സുബലപുത്രനായിട്ടുള്ള ശകുനി, ഇവരെല്ലാം അധർമ്മികളാണ്, ദുഷ്പ്രജ്ഞരാണ്, ബുദ്ധികെട്ടവരാണ്, ദുർബുദ്ധിക്കാരാണ്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാക്ക് കേട്ടാൽ സർവനാശം സംഭവിക്കും. അവസാനം അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, ഉക്തമേതത് പുരാരാജൻ മയാ ഗുണവദസ്തവാഹ ദുര്യോധന അപരാധേന പ്രജേയം വൈ വിനശ്യതി. ഞാൻ അങ്ങയോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ദുര്യോധനന്റെ അപരാധങ്ങളുടെ വഴിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രജകളെല്ലാം നിങ്ങൾ കൈവിട്ടു. പ്രജകൾ കൈവിട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യം കൈവിട്ടു പോകും. സുസ്ഥിരമായ രാജ്യം, പ്രജകളാണല്ലോ രാജ്യത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ പ്രജകൾ രാജ്യത്തിനെതിരായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, രാജാവിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രജകളെ എക്കാലത്തും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ ഓരോ കാര്യവും രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവിടെ സാക്ഷാൽ ധർമ്മരാജന്റെ അംശമായിട്ടുള്ള മനുഷ്യരൂപമായിട്ടുള്ള വിതുരൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഉത്തമേത് പുരാരാജൻ മയാ ഗുണവസ്തത ദുര്യോധന പരാധേന പ്രജേയം വൈ വിനശ്യതീം. ഇത്രയും പറഞ്ഞ് ആ ചാപ്റ്ററിൽ അവസാന ശ്ലോകമാണത്. ഇത് കേൾക്കുമ്പോൾ മഹാരാജാവിനും ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തെളിയുന്നുണ്ട്. അതുകൊണ്ട് വിതുരൻ പറയുന്നുണ്ട്, അവർക്ക് അവകാശപ്പെട്ട രാജ്യം കൊടുക്കണം. ഭീഷ്മർ പറയുന്നുണ്ട്, ഈ മുഴുവൻ രാജ്യം അവർക്കാണ് അവകാശപ്പെട്ട ശരിക്കും, എങ്കിലും ഒരു പകുതി രാജ്യങ്ങളും കൊടുത്ത് അവർക്ക് അവകാശപ്പെട്ട ഷെയറെങ്കിലും കൊടുക്കണം എന്നാണ് അദ്ദേഹം അവിടെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളിൽ ഒക്കെ ആയപ്പോ മഹാരാജാവ് തീരുമാനിച്ചു, ശരി, അങ്ങനെയാണെങ്കിൽ അവർക്ക് പകുതി രാജ്യം കൊടുത്തേക്കാം. വിതുരനെ തന്നെയാണ് അദ്ദേഹം ദൂതയക്കുന്നത്. വിതുരൻ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ട്, അമൂല്യ വസ്തുക്കളൊക്കെ ആയിട്ട് സ്വന്തം ജ്യേഷ്ഠ പത്നിയും പുത്രന്മാരെയും കാണാനായിട്ട് ഇങ്ങനെ പാഞ്ചാലത്തിലേക്ക് പോവാണ്. അദ്ദേഹം കാത്തിരിക്കുകയാണ്, എപ്പോഴാണ് ഞാൻ പറഞ്ഞയക്കും. കാരണം അത്രയും വാത്സല്യമാണ് ഈ പുത്രന്മാരോട്. സ്വന്തം മക്കളെ പോലെ തന്നെയാണ് വിതുരൻ. വിതുരന്റെ ചിറകിന്റെ അടിയിലാണ് അവർ കൂടുതലും. വിതുരന്റെയും ഭീഷ്മരുടെയും ചിറകിന്റെയും കുഞ്ഞു പക്ഷികളെ പോലെയാണ് അവർ വളർന്നത്. വിതുരന് വളരെ അധികം വാത്സല്യമാണ് ഈ കുട്ടികളോട്. അപ്പോൾ അവരെ കാണാൻ ഇങ്ങനെ, കാരണം ഒരു അപകടത്തിൽ രക്ഷപ്പെട്ടല്ലേ, നമുക്കങ്ങനല്ലേ, ഒരു അപകടത്തിൽപ്പെട്ടാലും അസുഖത്തിൽ നിന്ന് ഒരാൾ റിക്കവർ ആയാൽ കാരണം നമുക്ക് ഭയങ്കര ഒരു അതിയായ ഒരു ആകാംക്ഷ നമുക്ക് ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അങ്ങനെ ഇവരെ കാണാനായിട്ട് ഓടിപ്പോവാണ് ഈ വിതുരൻ. വിതുരൻ നേരെ പോയി പാണ്ഡവരെയും ജ്യേഷ്ഠത്തെ കണ്ടു. അപ്പൊ അവരുടെ കൂടെ അപ്പോൾ കൃഷ്ണനും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഭഗവാൻ ഉൾപ്പെടെ ഇവരെല്ലാരെയും കണ്ട് സമ്മാനങ്ങൾ കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത് പോയി ദൂതനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാണ്. ഇവർക്ക് അവകാശപ്പെട്ട രാജ്യം കിട്ടാനുള്ള സമയമായി. അതുകൊണ്ട് അങ്ങയുടെ അനുഭാവത്തിൽ കൂടി ഇവരെനിക്ക് കൊണ്ടുപോകണം. അപ്പൊ യുധിഷ്ഠിരനും മഹാരാജാവിനോട് പറയാണ്, പാഞ്ചാലിനോട് പറയാണ്, ദ്രുപദനോട് പറയാണ്, അല്ലയോ മഹാരാജാവേ, ഇപ്പൊ ഞങ്ങൾ പൂർണ്ണമായി അങ്ങയുടെ ആശ്രയത്തിലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ ദയവായി അനുഗ്രഹിച്ചയച്ചാലും എന്ന് പറയുന്ന സമയത്ത് കൃഷ്ണൻ അതിൽ ഇടപെട്ട് പറയാണ്, അല്ലയോ മഹാരാജാവ്, ഇവർക്ക് അവകാശപ്പെട്ട രാജ്യം കിട്ടണമെങ്കിൽ ഇപ്പൊ പോയാലേ പറ്റൂ. അതുകൊണ്ട് അങ്ങ് ദയവായി ഇവർക്ക് അനുമതി കൊടുത്താലും. അങ്ങനെ അനുമതി കൊടുത്ത്
ദ്രുപദൻ ഇവരെ അയക്കുകയാണ്. അങ്ങനെ ഈ ജനങ്ങളെല്ലാം ഇവരെ കാണാൻ കാത്തിരി ഹസ്തിനാപുരിയിലെ ജനങ്ങൾ. കാരണം അത്രയും സഗുണ സമ്പന്നരായിട്ടുള്ള ആൾക്കാരെയാണ് അല്ലെ. നല്ല ആൾക്കാരെ എപ്പോഴും ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കും അല്ലെ. ഇനി പോയിട്ട് എപ്പോ വരും, എന്ന് കാണാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ദുർബുദ്ധിയും ചതിയന്മാരുമായിട്ടുള്ള ആൾക്കാരെ ആര് കാണുന്ന പോലും അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ ഒരു നഗരപ്രാന്തത്തിൽ എത്തുമ്പോൾ തന്നെ വിവരം ലഭിച്ച് ധൃതരാഷ്ട്രര് മറ്റാൾക്കാരെയും ആചാരപരമായിട്ട് ഇവരെ സ്വീകരിക്കാനായിട്ട് അയക്കുകയാണ്. ജനങ്ങളെല്ലാം ഇവരെ കണ്ട് വളരെ സന്തോഷപ്പെടുകയാണ്. വന്നിട്ട് ഇവര് ഓരോ കാറ്റഗറിപ്പെട്ട പ്രജകളെയും ഓരോ മറ്റേ എന്താ പറയാ പ്രഭുക്കന്മാരുണ്ടാവും അല്ലെ, സാമന്തന്മാരുണ്ടാവും. അങ്ങനെ ഇവരെല്ലാരും കണ്ട് ഓരോ പ്രഭുക്കന്മാർ ഇവരെ കണ്ടിട്ട് ഇങ്ങനെ അവരുടെ കുശലാന്വേഷണമൊക്കെ പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ അവര് ധൃതരാഷ്ട്രരെ കാണും. ധൃതരാഷ്ട്ര ഇവർക്ക് ഒരുക്കിയ പ്രത്യേക മാളികയിലേക്ക് കൊണ്ടുപോയി ഇവർക്ക് വേണ്ട വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് അങ്ങനെ സമയത്ത് ഇവരെ സഭയിലേക്ക് ആനയിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഇവർ പോയി അവിടെ സംസാരിച്ച് ഇവരെ കണ്ട് ധൃതരാഷ്ട്ര വളരെ സന്തോഷമൊക്കെ അഭിനയിക്കും. അത് കഴിഞ്ഞിട്ട് പറയും, നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ അത്രയും നിങ്ങളുടെ അവകാശം ഞാൻ തരാം. നിങ്ങൾ എവിടെ പോകേണ്ടത്, ഈ കുരുവംശത്തിന്റെ പകുതി രാജ്യം നിങ്ങൾക്ക് തരാം, നിങ്ങൾ അവിടെ പോയി ഭരിച്ചോളൂ. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നം പിന്നെ ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ പോകേണ്ടത് ഖാണ്ഡവപ്രസ്ഥം എന്ന സ്ഥലത്താണ് പോകേണ്ടത്. യുധിഷ്ഠിരന് മനസ്സിലായി അതൊരു വൻ കാടാണ്, വനപ്രദേശമാണ് കൂടുതലായിട്ട്. അവിടെ ആസ്ഥാനമാക്കിയിട്ട് രാജ്യം പകുതി ഭരിച്ചോളാനാണ് പറഞ്ഞത്. അപ്പോൾ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു, വല്യച്ഛനെ അല്ലെ പിതൃഭ്രാതാവിനെ വണങ്ങി അമ്മയെയും ഭാര്യയും സഹോദരങ്ങളെയും കൂട്ടി അവിടേക്ക് വന്നു. അപ്പോൾ നോക്കുമ്പോൾ ഒരു വലിയൊരു കാട് പോലെയാണ്. കൃഷ്ണനും ബലരാമനും കൂടെ ഉണ്ട്. അവിടെ നിന്ന് നേരെ ഹസ്തിനാപുരത്തേക്ക് കൂടെ ഭഗവാനും വന്നു. ഭഗവാൻ കൂടെ വന്ന ശേഷം അവിടെ നിന്ന് ഇതെല്ലാം ചർച്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാനും കൂടെ പോവുകയാണ് ഈ ഖാണ്ഡവപ്രസ്ഥത്തിലേക്ക്. അങ്ങനെ ഭഗവാനും അവിടെ ചെന്ന് വ്യാസദേവനെത്തി. വ്യാസദേവന്റെ നിർദ്ദേശപ്രകാരം സ്ഥാനം കാണുകയും കൊട്ടാരത്തിന്റെ മറ്റ് ഇതൊക്കെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇന്ദ്രന് മനസ്സിൽ വിചാരിക്കുമ്പോൾ ഇന്ദ്രൻ കാര്യം മനസ്സിലായി. ഇന്ദ്രൻ അവിടെ നിന്ന് ശില്പിയായിട്ടുള്ള ദേവശില്പിയെ വിശ്വകർമാവനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഭഗവാൻ പറയുന്നത്, വിശ്വകർമ്മനോട് പറയുന്നുണ്ട്, ഇന്ദ്രനോട് പറയുന്നുണ്ട്, ഇന്ദ്രസഭ പോലുള്ള ഒരു ഇന്ദ്രന്റെ രാജധാനി പോലെ രാജധാനി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയണം ഈ നാടിന്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം, അതിന് സുരക്ഷാ സംവിധാനങ്ങൾ, കിടങ്ങുകള്, വൻ മതിലുകള്, മതിലിന്റെ ആ വൻ കോട്ട മതിലുകളുടെ മുകളില് നിരീക്ഷണ ഗോപുരങ്ങൾ, അങ്ങനെ വളരെ മനോഹരവും സുരക്ഷിതമായിട്ടുള്ള ഒരു രാജധാനി കെട്ടിപ്പടുക്കുകയാണ്. അപ്പൊ ഇന്ദ്രന്റെ സഭയ്ക്ക് അല്ലെങ്കിൽ ഇന്ദ്രന്റെ ആ ഒരു രാജധാനിക്ക് തുല്യമായതുകൊണ്ട് ഇത് ഇന്ദ്രപ്രസ്ഥം എന്ന പേരിൽ, ഈ ഖാണ്ഡവപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥം എന്ന പേരിൽ അറിയപ്പെടുമെന്ന് ഭഗവാനും പറയും. അങ്ങനെ ഖാണ്ഡവപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥമായിട്ട് മാറി. എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ട് ഭഗവാൻ സ്വന്തം അമ്മായിയായിട്ടുള്ള അല്ലെ പിതൃ സഹോദരിയായിട്ടുള്ള കുന്തി മഹാറാണി പ്രഥയോട് യാത്ര ചോദിക്കാം. പക്ഷെ ഇവർക്ക് ഈ സുഖസൗകര്യങ്ങളെല്ലാം കിട്ടിയെങ്കിൽ ഇവർക്ക് അതിലൊന്നും അത്ര വലിയ സന്തോഷം അതിലല്ല. ഇവരുടെ കൂടെ ഭഗവാൻ സാക്ഷാൽ കേശവൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു സന്തോഷമാണ് ഇവർക്ക്. അല്ലാതെ ഇതിലൊന്നും അവർ അത്ര ഭ്രമിച്ചിട്ടൊന്നുമില്ല. കുന്തിദേവി പറയുന്നുണ്ട്, ജാതുഷം മൃഗമാസാദ്യ മയാ പ്രാപ്തം ച കേശവ ആരേണ ചാപി ന ജ്ഞാതും കുന്തി ഭോജേന ചാനഘാം ത്വയാ നാഥേന ഗോവിന്ദ ദുഃഖം തീർണം മഹത്തരം നാദസ്ത്വ അനാഥാനാം ദരിദ്രാണാം വിശേഷതഃ സർവദുഃഖാനി ശമ്യന്തി തവ സന്ദർശനാൻ മമ സ്മരേ സ്വനാൻ മഹാപ്രാജ്ഞാ തേന ജീവന്തി പാണ്ഡവ ജാതുഷം ഗൃഹമാസാദ്യ മയാ പ്രാപ്തം ച കേശവ
ആരേണ ചാപിന ജ്ഞാതും കുന്തി ഭോജന ചാന. അല്ലയോ കേശവ, ഭഗവാൻ ഞാനും എന്റെ കുട്ടികളും അനുഭവിച്ച ദുരിതങ്ങള് അവിടെ അനുഭവിച്ച ദുരന്തങ്ങളും ഒക്കെ എന്റെ പിതാവായിട്ടുള്ള കുന്തിഭോജന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ത്വയാനാഥേന ഗോവിന്ദ ദുഃഖം തീരണം മഹത്തരം. ത്വംഹിനാഥസ്ത്വ അനാഥാനാം ദരിദ്രാണാം വിശേഷത. സർവദുഃഖാനി ശമ്യന്തി തവ സന്ദർശനാൻ മമാഹ. മരേശ്വേനാൻ മഹാപ്രാജ്ഞാതേന ജീവന്തി പാണ്ഡവ എന്ന് കുന്തിദേവി പ്രാർത്ഥിക്കും. കുന്തി എന്ന് പറയണേ, ഈ അരക്കില്ലത്തില് താമസിച്ചതിന് ശേഷം വന്ന ദുരിതങ്ങളൊന്നും, ഞാൻ അനുഭവിച്ച കഷ്ടങ്ങളും ദുരിതങ്ങളും എന്റെ പിതാവിന് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഭഗവാനെ, അവിടുത്തെ ആ ഒരു സംരക്ഷണത്തിലാണ്, അവിടുത്തെ കൃപ കൊണ്ടാണ് ഞങ്ങൾ വരെ ജീവിച്ചു പോകുന്നത്. ഗോവിന്ദ, ഇത്രയും വലിയ ദുഃഖം ആയിട്ടുള്ള സാഗരം കടക്കാൻ കഴിഞ്ഞ അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണ്. അങ്ങ് അനാഥന്മാരുടെ നാഥനാണ്. ദരിദ്രം അനുഭവിക്കുന്ന ദരിദ്രന്മാരുടെയും ദുരിതം അനുഭവിക്കുന്നവരുടെയും പ്രത്യേകിച്ചും നിരാലംബരുടെയും അപലംബം അങ്ങാണ്. നാഥൻ അങ്ങാണ്. അങ്ങയുടെ ദർശനം കൊണ്ട് തന്നെ സർവ്വ ദുഃഖങ്ങളെ ശമിച്ചു പോകുന്നതാണ്. പിന്നെ ദുഃഖമില്ല. ഗോവിന്ദനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഗോവിന്ദനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളൊന്നും പ്രശ്നമേ അല്ല, ദുരിതങ്ങളെ അല്ല. അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടാവും. പറയുന്നത് മഹാപ്രാജ്ഞ ഭഗവാനെ സ്മരസ്മേനാൻ എന്ന് പറഞ്ഞ ഭഗവാനെ എപ്പോഴും അങ്ങ് ഞങ്ങളെ പറ്റി ചിന്തിക്കണം. ഞങ്ങളുടെ പറ്റിയുള്ള ചിന്ത എപ്പോഴും അങ്ങയിൽ ഉണ്ടാവണം. അതിലൂടെ മാത്രമാണ് ഇന്നും പാണ്ഡവര് ജീവിച്ചിരിക്കുന്നത്. തേന ജീവന്തി പാണ്ഡവ. അങ്ങയുടെ ചിന്തയിൽ എപ്പോഴും ഞങ്ങളെ കുറിച്ച് ഉണ്ടാവണം. അല്ലെ, ഭഗവാന്റെ ചിന്തയിൽ എപ്പോഴും ഭക്തന്മാരുണ്ടാവും. എല്ലാവരെ പറ്റി ഭഗവാൻ ചിന്തയുണ്ട്. പക്ഷെ നമ്മളെ തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിയാത്തത്തോളം കാലം നമ്മൾ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെ അനുഭവിച്ച് ജീവിതം പാഴായിക്കൊണ്ടിരിക്കുക. എപ്പോഴാണോ ആ ഗോവിന്ദനെ നമ്മൾ തിരിച്ചറിയുന്നത്, ആ ഭഗവാന്റെ കൃപ മനസ്സിലാക്കുക. ഭഗവത് കൃപ ഒരു എന്താ പറയാ, സൂര്യപ്രകാശം പോലെ ഇങ്ങനെ, സൂര്യവികിരണങ്ങൾ പോലെ ഇങ്ങനെ എല്ലാ സ്ഥലത്തേക്കും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ വീടടച്ച് വീട്ടിനകത്ത് പൂട്ടിയിരുന്ന സൂര്യപ്രകാശം കിട്ടുമോ? സൂര്യൻ ചൂട് കിട്ടുമോ? ഇല്ല. പക്ഷെ പുറത്തിറങ്ങണം. വീടിനകത്ത് അടച്ചു നിന്നിട്ട് അയ്യോ സൂര്യൻ പ്രകാശം തരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. അപ്പം ആ ഭഗവാന്റെ കൃപ നമ്മൾ സ്വീകരിക്കണം, എങ്കിലും നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ വീടടച്ചിരുന്നിട്ട് ഭഗവാന്റെ കിരണം ഇങ്ങനെ എല്ലായിടത്തും മഴ വർഷിക്കുന്ന എവിടെയാണ്? മരുഭൂമി, എന്താ പറയാ, പാറപ്പുറത്തും ഉണ്ടാവും, സാധാരണ കാട്ടിലും ഉണ്ടാവും, മരങ്ങളുടെ മുകളിലും ഉണ്ടാവും, കടലിലും മഴ പതിക്കും. അല്ലെ? കടലിൽ ആവശ്യം വെള്ളം ഉണ്ടല്ലോ, ഇനിയുടെ ഞാൻ പേണ്ട ആവശ്യമില്ല എന്ന് മഴ ചിന്തിക്കും. ഇല്ല. ഭഗവാന്റെ കൃപ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ വർഷിച്ചു, കൃപാകടാക്ഷം ഇങ്ങനെ, കൃപാവൃഷ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഇവിടെ കുന്തിദേവി മനസ്സിലാക്കുന്നുണ്ട്. കുന്തിദേവിയുടെ സ്വന്തം സഹോദരന്റെ പുത്രനായിട്ടാണോ കാണുന്നത് ഭഗവാനെ, കൃഷ്ണനെ? അല്ല. കുന്തിദേവിക്ക് വളരെയധികം ജ്ഞാനമുണ്ട്. ഇത് സാക്ഷാൽ നാരായണൻ പരമപുരുഷനായിട്ടുള്ള പരമദിവ്യോത്ത പുരുഷനായിട്ടുള്ള ഭഗവാനാണെന്ന് ആ മാതാവിന് അറിയാം. അല്ലെ? നമ പങ്കജനാഭായ നമ പങ്കജമലേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗരേ എന്ന ആ അമ്മ ആ കണ്ണനെ പ്രാർത്ഥിക്കുമ്പോ സ്വന്തം സഹോദരപുത്രനായിട്ടല്ല കാണുന്നത്, സാക്ഷാൽ ഭഗവാൻ. അല്ലെ? നഖലു ഗോപിക നന്ദനോ ഭവാൻ. അല്ലെ? ഗോപികമാരുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് തന്നെയായിരുന്നു. ഇത് സകലദേഹിനാം അന്തരാത്മകൃത്. അല്ലെ? എല്ലാ ഹൃദയങ്ങളിലും വച്ചിരുന്ന പരമാത്മാരുടെ ഭഗവാനാണ്. അങ്ങ് വെറും നന്ദഗോപന്റെ പുത്രനുള്ള വെറും ഗോപകുമാരനല്ല. ഈ ഒരു ജ്ഞാനം കുന്തിദേവിക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കുന്തിദേവിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോ ഇവരൊന്നും ഈ സുഖസൗകര്യങ്ങളിലോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടി ഇതിലൊന്നും അല്ല. ഭഗവാന്റെ സാമീപ്യം, ഭഗവാന്റെ ദർശനത്തിലാണ് അവർ ആനന്ദിച്ചിരുന്നത്. നമ്മുടെ ജീവിതത്തിലും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യം ഉണ്ടാകുമ്പോ
നമ്മുടെ ജീവിതവും ധന്യമായിട്ട് മാറും. അതിന് കലിയുഗത്തിൽ ചെയ്യേണ്ടത് ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല മാതാജി. ഹരേ പ്രഭു കൃഷ്ണ. ഹരേ കൃഷ്ണ കേൾക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെന്തെങ്കിലും പറയോ ചോദിക്കുക ചെയ്യണമെങ്കിൽ ചെയ്യാം. സമയമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ നിർത്തിയത്. കാരണം അന്നൊന്നും ഇതുപോലെ നേരത്തെ നിർത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട് നമ്മുടെ അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട്. ആർക്കെന്തെങ്കിലും പറയാനോ ചോദിക്കണമെങ്കിൽ ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി ഇല്ലേ അവിടെ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ആർക്കൊന്നും പറയാനില്ലെന്ന് തോന്നുന്നു. നമുക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തോണ്ടാണോ ഇനിയിപ്പോ? അല്ല, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും പ്രഭു, അതൊന്നും പ്രശ്നമല്ല. മറ്റു മാതാജി പേരെന്താ? മാതാജി ഇന്ന് കേറിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? മാതാജി എന്തെങ്കിലും പറയുന്നതാണല്ലോ സാധാരണ. മാതാജിയുടെ പേരെന്തായിരുന്നു മാതാജി? കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ച മാതാജി. എല്ലാത്തിനും ആൻസർ പറയുന്ന മാതാജിയാണ്. അപ്പൊ നമുക്ക് നിർത്താം. ഒരു മാതാജി ഉണ്ടായിരുന്നില്ലേ, നമ്മള് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന ഒരു മാതാജി ഉണ്ടായിരുന്നു. മറ്റേ വ്യാധന്റെ കാര്യമൊക്കെ ചോദിച്ചൊരു മാതാജി. വൃന്ദാവനേശ്വരി. ആ മാതാജി ഇന്നില്ലേ? മാജിയാണോ? ആരതി വീട്ടിൽ ആരതി. മാജിയുന്നില്ല. ആ ശരി ശരി. അപ്പൊ നമുക്ക് നിർത്താം മാതാജി, അടുത്ത ക്ലാസ്സിന് സമയമായല്ലോ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്കിനി ചൊവ്വാഴ്ച കാണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.